നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ മതി. പരാതികളിൽ 2 ആഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. വീട്ടിന് കൊടുക്കുന്നുണ്ട്. ഇത്രയും തിരക്കുള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇപ്പോൾ മൺചുമരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്നത്. വീട് ഇരിക്കാൻ ഇവിടെ പരാതി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. കൊടുത്തിട്ടുണ്ട്. ഇന്നോർക്കുമ്പോൾ കുറെ വെയിൽ കൊണ്ടത് മാത്രം മിച്ചം. നവകേരള സദസ്സിൽ നൽകിയ വാഗ്ദാനമൊക്കെ വെറുതെ കോമഡിയായി. അല്ലെങ്കിലും വാഗ്ദാനത്തിന് ചെലവൊന്നുമില്ലല്ലോ. ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി അതിൽ അടയിരിക്കാനല്ല സജിത അദാലത്തിൽ പരാതി നൽകിയത്. 1 മാസത്തിനുള്ളിൽ മറുപടി എന്ന സർക്കാരിൻ്റെ വാക്കിൽ വെറുതെ വിശ്വസിച്ചു. ആകെ ഒരു തന്ന മെസ്സേജ് നമുക്ക് സ്വീകരിച്ചു, നമ്മുടെ പരാതി സ്വീകരിച്ചു എന്ന് മാത്രം വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ആരും വരികയോ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിലാണ് താമസം. ഇടയ്ക്ക് ഭർത്താവിൻ്റെ അമ്മ തത്തയുടെ ചെടി കൊണ്ടുള്ളൊരു പ്രയോഗമുണ്ട്. പൊളിഞ്ഞു വീഴാറായ വീടിനുള്ള അവസാന പ്രതീക്ഷ. അതിനെ വിശ്വസിച്ചാണ് 5 ജീവനുകൾ രാത്രി ഇവിടെ കഴിച്ചു കൂട്ടുന്നത്. ഞാൻ ചാകുമ്പോഴേക്കൊരു വീട് കിട്ടിയിട്ട് ചാകാൻ വേണ്ടി ഇരിക്കണം. ഇരിക്കുന്ന മക്കൾക്കെങ്കിലും വേണ്ടേ. ഒരിക്കൽ വന്നു ആൾക്കാർ, ഒരു കൊറോണ വന്നിരിക്കുന്ന സമയത്ത് വന്നു പരിയുമ്പറും ഉമ്മറ മാത്രം നോക്കി ഇങ്ങോട്ട് പോയി. നിങ്ങൾക്ക് തരാട്ടോളയും പറഞ്ഞുകൊണ്ട് പോയത് തന്നെ. പിന്നെ ഇന്ന് വരെ അതിൻ്റെ വിവരമൊന്നുമില്ല. ലൈഫിൽ അപേക്ഷിച്ച വർഷം തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്നു. 140-ാം റാങ്ക്. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 4 കഴിഞ്ഞു. പഞ്ചായത്തിൽ പലർക്കും വീട് കിട്ടി. അപ്പോഴും സജിതയുടെ റാങ്ക് 140. ജില്ലാ കോർഡിനേറ്റർക്ക് പരാതി കൈമാറിയെന്ന മെസ്സേജിന് വേണ്ടിയല്ല ഇവർ വെയിലും കൊണ്ട് നവകേരള സദസ്സിനെത്തിയത്. ഒരു പരിഹാരത്തിന് വേണ്ടിയാണ്. അതെത്രയും പെട്ടെന്ന് കാണണം. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.